അതെ, നാളെ നമ്മുടെ രാജുവിന്റെ പിറന്നാളല്ലേ? ആണോ? കാര്യം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ചെറുക്കന്റെ പിറന്നാള് നമുക്ക് അടിച്ചു പൊളിക്കണം. പിന്നെ അതിൽ ഇറച്ചി മീനൊന്നും ഉണ്ടാവില്ല, വെജിറ്റേറിയൻ സദ്യ ആയിരിക്കും. അതിനിപ്പോ എന്താ, ഇവിടെ കയറി വന്നങ്ങ് താമസമായതോടെ ഞാൻ പശുവിനെ ആടിനെയും പോലെയായി. ഈ കാട്ടുപടലങ്ങളെല്ലാം തിന്ന് ശീലിച്ച്. ഒന്നും ഇല്ലെങ്കിലും അടപ്രഥമൻ എനിക്ക് ഭയങ്കര ഇഷ്ടോ. പിന്നെ തേങ്ങാ പായസവും. മനപ്പായസം കുടിക്കാനേ നിവർത്തിയുള്ളൂ. എന്താച്ചാ പിറന്നാളാഘോഷം ഒന്നും നടത്തുന്നില്ലേ? പിറന്നാളാഘോഷത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് പിറന്നാളുകാരന്റെ അമ്മയാ. പക്ഷെ അമ്മ ഇപ്പോ ഭരണപക്ഷത്തല്ല, പ്രതിപക്ഷത്താണ്. ഈ ഒരു ദിവസത്തേക്ക് ഈ എതിർപ്പൊക്കെ അങ്ങ് മാറ്റിവെക്കാം. ആഘോഷം കഴിഞ്ഞാൽ ഉടനെ വീണ്ടും എതിർപ്പായിക്കോ. ഇവരെന്തോന്ന് വർത്തമാനായി പറയുന്നത്? അങ്ങനെയൊക്കെ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ മാറ്റിമറിക്കാൻ പറ്റുമോ? പോടാ അവിടുന്ന്. എന്തോന്ന് മാനസികാവസ്ഥയാടാ. അല്ല, കണ്ടവന്റെ പിറന്നാളിനെ കുറിച്ചൊന്നും അല്ലല്ലോ പറയുന്നത്, സ്വന്തം മകന്റെ പിറന്നാളിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. ഒരു കാര്യം ചെയ്താലോ? ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും പിറന്നാളിന് വഴിപാടുകളെല്ലാം നടത്തിയില്ലേ പറ്റൂ. നാളെ ഞാൻ രാജുവിനെയും കൂട്ടി അമ്പലത്തിൽ പോയാലോ? രാധമ്മ കൂരുമ്പക്കാവില് നടത്താനിരുന്ന വഴിപാടുകളൊക്കെ ഞാൻ നടത്താം. അമ്പടി തങ്കച്ചി, നീ രാധമ്മയുടെ ചങ്കിനകത്തിട്ടാണല്ലോ ആണി അടിച്ചത്. എന്ത് പറയുന്നു? ആ, ഒരർത്ഥത്തിൽ പറഞ്ഞ അങ്ങനെ തന്നെയാ വേണ്ടത്. ഒരാള് കല്യാണം കഴിച്ചു കഴിഞ്ഞാ പിന്നെ അമ്മയല്ല വലുത്, ഭാര്യ. ഭർത്താവിന്റെ പിറന്നാള് കാര്യം നോക്കേണ്ടത് ഭാര്യയുടെ കടമ തന്നെയാ. നാളെ മോള് രാജുവിനെ അമ്പലത്തിൽ കൊണ്ടുപോയാൽ മതി. പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും എന്റെ മോൻ എന്നോട് പിണക്കൊന്നും കാണില്ല. ഇത്രയും നാൾ എന്നെ അനുസരിച്ച് നടന്നവനവൻ. ഞാനില്ലാതെ അവൻ അമ്പലത്തിൽ പോവോ? ഇന്നലെ വന്ന ഇവളുടെ വാക്കൊന്നും അവൻ കേൾക്കില്ല. അല്ല, അമ്മയ്ക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ഭാര്യ കൊണ്ടുപോട്ടെ. പക്ഷെ ആഘോഷം മുടക്കരുത്. അകലെ